ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1.5 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ള ഒരാളുടെ എങ്ങനെയാണ് എന്ന് എനിക്കല്ല. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇത് വരുന്നത്. കാരണം എനിക്ക് 2-3 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ MSWന് പഠിച്ച ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ എങ്ങനെയാണ് UK എത്തിയത്, നിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, നീ എങ്ങനെയാണ്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നിനക്ക് എന്താണ് അവിടെ സാലറി, നിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ള കുറേ ചോദ്യങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈവൻ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പം ഞാൻ ഓർത്തു, ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ ആ ചോദ്യങ്ങൾക്ക് നമുക്കൊരു ഇത് കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മരിയ എന്നാണ്. നാട്ടില് എറണാകുളം പെരുമ്പാവൂരാണ് വീട്. വീട്ടില് ഞാനും ഹസ്ബൻഡും 2 പിള്ളേരുമാണ്. ഹസ്ബൻഡിന് ഇപ്പോൾ നിലവിൽ ആരുമില്ല. കാരണം പപ്പ കഴിഞ്ഞ ഈ വർഷം 2024 ജൂലൈയിൽ മരിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് 1.5 കൊല്ലമായി. ഞാൻ വർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് വർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലാണ്. നമുക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ MSW ആണ്, അതായത് മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് വർക്കർ ആയിട്ടാണ്. ഞാൻ വന്നതും സപ്പോർട്ട് വർക്കർ ആയിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. ഇതാണ് എൻ്റെ ജോബ് പ്രൊഫൈല്. സപ്പോർട്ട് വർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു നേഴ്സിംഗ് കെയർ ഹോമിലാണ്. ഇത് സപ്പോർട്ട് വർക്കേഴ്സിൻ്റെ തന്നെ പല ഇതിലുണ്ട്. റെസിഡൻഷ്യൽ ഹോം ഉണ്ട്, നേഴ്സിംഗ് കെയർ ഹോംസ് ഉണ്ട്, പിന്നെ NHSS, അങ്ങനെ പല ഇതുണ്ട്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് നേഴ്സിംഗ് കെയർ ഹോമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നേഴ്സ് ഉണ്ടാകും, നമ്മൾ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടാവും. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഒരു ചെറിയ കെയർ ഹോമാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് അല്ല, നമ്മളിവിടെ റെസിഡൻസ് എന്നാണ്, അല്ലെങ്കിൽ സർവീസ് യൂസേഴ്സ് എന്നാണ് നമ്മൾ ആളുകൾ പറയുന്നത്. അപ്പം SU, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് SU. അപ്പം നമ്മൾ സർവീസ് യൂസേഴ്സ്, കെയർ ഹോം ചെറുതായതുകൊണ്ട് എൻ്റെ സർവീസ് യൂസേഴ്സ് 18-19 പേരെ ഉള്ളൂ. പക്ഷെ നല്ല CQCയുടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കെയർ ഹോമാണ്. ഇത്രയാണ് എനിക്ക് കെയർ ഹോമിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് കൂടുതൽ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് കൊണ്ട് കെയർ ഹോമിൻ്റെ ഫെർദർ ഡീറ്റെയിൽസ് എനിക്ക് പുറത്തു വിടാൻ പറ്റത്തില്ല. എസ്പെഷ്യലി എനിക്കിങ്ങനെ ചാനലുള്ളപ്പോൾ ആ ചാനൽ വഴി, സോഷ്യൽ മീഡിയാസ് വഴി എനിക്കൊന്നും അതെൻ്റെ ജോലിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. സപ്പോർട്ട് വർക്കറിന്റെ ജോബ് റോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ഡ്യൂട്ടി ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, കെയർ ഹോം ചെറിയൊരു കെയർ ഹോം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മോർണിംഗ് ഷിഫ്റ്റിൽ 6 പേരാണ് ഉള്ളത്. 6 പേര് സപ്പോർട്ട് വർക്കേഴ്സ് ആയിട്ടുണ്ടാവും, പിന്നെ ഒരു നേഴ്സ് ഉണ്ടാവും, പിന്നെ അത് കൂടാണ്ട് മാനേജ്മെന്റ്, അഡ്മിൻ, അങ്ങനെ പിന്നെ നമ്മുടെ കുക്ക്, പിന്നെ ഡൊമസ്റ്റിക്കിന് ആൾ, അങ്ങനെ ഇത്രയും പേര് ഏകദേശം, പിന്നെ മെയിൻ്റനൻസിന്റെ സ്റ്റാഫ്, അങ്ങനെ ഏകദേശം ഒരു 10-13-15 സ്റ്റാഫിൻ്റെ അടുത്ത് മൊത്തം ഒരു ഡേയിൽ വർക്ക് ചെയ്യും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോർട്ട് വർക്കറായിട്ട് നിൽക്കുമ്പോൾ ഇന്ന് എനിക്ക് ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കോൺഫ്ലെക്സ്, സിറൽസ്, കോൺഫ്ലെക്സ്, വീറ്റാബിക്സ്, അങ്ങനത്തെ സാധനങ്ങൾ, കോൺഫ്ലെക്സ് പോലത്തെ തന്നെ കുറെ പാലിലൊഴിച്ച് കഴിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ടോസ്റ്റ്, ക്രംബറ്റ്സ്, ഫ്രൂട്ട് ലോഫ്, അങ്ങനത്തെ സാധനങ്ങളാണ് അവർ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് അവർക്കുടെ ഇഷ്ടാനുസരണങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും. ഇപ്പൊ കുറച്ച് പേർക്ക് കോൺഫ്ലെക്സ് ആണെങ്കിൽ കുറച്ച് പേർക്ക് റൈസ് സ്നാപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലരൊരു ഫ്രൂട്ട് ലോഫ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലർ ക്രംബറ്റ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അവരായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റും അവർക്കുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഫുഡ്, അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് കാര്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു ജോബാണ് പേഴ്സണൽ കെയർ ചെയ്യണം. സപ്പോർട്ട് വർക്കറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ കെയർ ചെയ്യണം. പേഴ്സണൽ കെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ അവരെ കുളിപ്പിക്കേണ്ടി ഷവർ ചെയ്യേണ്ടി വരും. അവർക്ക് അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈവൻ ആ പേഴ്സണൽ കെയർ ചിലപ്പോൾ അവരെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ബെഡിൽ നിന്നും കസേരയിലോട്ട് പോകാൻ വേണ്ടി അവരെ എഴുന്നേറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതൊക്കെ പേഴ്സണൽ കെയറിൽ ഉൾപ്പെടുന്നതാണ്. ചിലപ്പോൾ അവർ ബൗൾ ഓപ്പൺ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതൊക്കെയാണ് പേഴ്സണൽ കെയറിൽ വരുന്നത്. പിന്നെ ഞങ്ങളുടെ ഇതിലുള്ള വേറൊരു ഡ്യൂട്ടിയാണ് ലോണ്ട്രി. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കെയർ ഹോം ചെറുതായതുകൊണ്ട് ലോണ്ട്രി ഞങ്ങൾ സപ്പോർട്ട് വർക്കേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളതും ചെയ്യേണ്ടത് ഉണ്ട്. ഇവിടുത്തെ ടൈമിങ്ങിന് ഇവിടെ നമ്മൾ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന് പറയണ പോലെ ഇവർ നേരെ ഇതാണ്. ഇവർ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ടീ ടൈം അങ്ങനെയാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് 10:30 വരെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ്. 12 o'clock ഡിന്നർ ടൈം, 4 o'clock ടീ ടൈം ആണ്. അപ്പം നമ്മൾ ചില ആൾക്കാർ തിക്നർ ഉപയോഗിച്ച് ഫുഡ് കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും. പിന്നെ കഴിക്കില്ലാത്തവർക്ക് നമ്മൾ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതൊക്കെയാണ് സപ്പോർട്ട് വർക്കർ. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഡ്യൂട്ടിയിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി. അപ്പം ഞാൻ ഈ ജോലിയോട് ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഒരു പരിധി വരെ ഞാൻ ഹാപ്പിയാണ്. ഒരുപാട് സ്ട്രെസ്ഫുൾ ഒന്നും ഉള്ള ഒരു ജോബല്ല എന്നെ സംബന്ധിച്ച്. പിന്നെ എനിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരുടെയും ആഗ്രഹമായിരിക്കും പഠിച്ച പ്രൊഫഷനിലോട്ട് മാറണം എന്ന് എല്ലാവർക്കും ഒരാഗ്രഹം കാണും. അങ്ങനെ എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ പഠിച്ച പ്രൊഫഷൻ, ഞാൻ പഠിച്ചത് ഞാൻ ഡിഗ്രി ചെയ്തത് സൈക്കോളജിയും PG സോഷ്യൽ വർക്കുമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷനിലോട്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. ശ്രമിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പം എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്ന പോലുമില്ല. ഇപ്പം ഞാൻ എന്ത് ഇതിലാണ്. ഇപ്പം ഞാൻ വന്നേക്കുന്നത് 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഇനി എന്തിനേയും കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഇപ്പം നിലവിൽ ഞാൻ എന്തായാലും സപ്പോർട്ട് വർക്കർ എന്നുള്ള പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വന്ന സമയത്ത് എനിക്ക് നമ്മുടെ നാട്ടിൽ അറിയാലോ, നമ്മളങ്ങനെ അധികം ഇംഗ്ലീഷ് സംസാരിക്കാത്തവരാണ്. നമ്മൾ കൂടുതലും മലയാളം യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് അധികം ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ പോകെ നമ്മളത് പഠിച്ചെടുക്കും. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ UK വന്നിട്ട് എനിക്ക് ഈവൻ ഇംഗ്ലീഷുകാർ പറയണത് എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവാത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അവർ പറയുമ്പോൾ അല്ലെങ്കിൽ അവർ പറയണത് എന്താന്ന് തിരിച്ചു പറയാൻ എനിക്ക് പറ്റും. അവർ പറയണതിനുള്ള എക്സാക്ട് മറുപടി എനിക്ക് കറക്റ്റായിട്ട് പറയും. പക്ഷെ ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ അവർ ചക്കാന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങാന്നായിരിക്കും പറയണത്. പക്ഷെ ഇന്ന് എനിക്ക് അവരെന്ത് പറയണു അത് എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ മറുപടി എനിക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. നമ്മളത് പോകെ പഠിക്കും. ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഫോറിൻ രാജ്യത്തേക്ക് പോകാതിരിക്കും. നമ്മളെപ്പോഴും മലയാളിയല്ലേ, മലയാളികൾ പഠിക്കാതിരിക്കും. മലയാളി എന്നല്ല, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ മിനിമം സാലറി ആണ്. ഇപ്പം എനിക്ക് 40 മണിക്കൂറാണ് ഡ്യൂട്ടി. ആഴ്ചയിൽ 40 മണിക്കൂറാണ് ഡ്യൂട്ടി. അപ്പം 40 മണിക്കൂറിനുള്ള ഒരു അവർ 11.42 45 എന്ന് എനിക്കറിയത്തില്ല. 11 അത്രയും നമുക്ക് സാലറി കിട്ടും. അത് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടുന്നതിനനുസരിച്ച് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. പക്ഷേ നമുക്ക് അത്യാവശ്യം നമ്മുടെ സാലറി ഒക്കെ കിട്ടും. പണിയെടുക്കണം. പിന്നെ നമ്മൾ ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ കാര്യം ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയുമാണ്. അപ്പം ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വൈറ്റ് കോളർ ജോബ്, അതിന് നമ്മൾ പഴയ ആൾക്കാർ പറഞ്ഞിട്ടല്ലേ വൈറ്റ് കോളർ ജോബ്, അതായത് ഞാൻ പഠിച്ച് ജോലിക്കേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ്
ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ MSW ആണ്. MSWന് UK നല്ല സ്കോപ്പാണ്. നല്ല സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കറിന് നല്ല സ്കോപ്പുള്ള ഒരു ജോബാണ് MSW. പക്ഷെ ഞാൻ MSWന് മാത്രമേ പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ നാട്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇവിടെ UK വന്ന് ഇതുപോലൊരു ജോബ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു. ഞാൻ നാട്ടിൽ ലാസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വെറും 12,000 രൂപയായിരുന്നു എൻ്റെ സാലറി. പക്ഷെ ഇന്ന് എനിക്ക് സ്വന്തം സ്റ്റാൻഡിൽ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ ഇത് സപ്പോർട്ട് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. കാരണം ഞാനിപ്പോൾ ഇൻഡിവിജ്വലി എനിക്ക് നാട്ടിൽ വെച്ചിട്ട് എനിക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ പോയി ഞാൻ ഈവൻ ബാങ്കിൽ പോലും ഒരു കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെതായ സ്റ്റാൻഡ് ഉണ്ട്, എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് എൻ്റെ സാധനങ്ങൾ എൻ്റെ കാശ് കൊണ്ട് ഇപ്പം ഞാൻ ഇടയ്ക്ക് അടി ഉണ്ടാക്കും, ഞങ്ങൾ രണ്ടുപേരോട് അടി ഉണ്ടാക്കും, എൻ്റെ കാശ് എൻ്റെ തമാശയ്ക്കാണ് പറയണെങ്കിലും അതിൽ നിന്ന് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കുന്ന ആ ഒരു സന്തോഷം അത് നമ്മൾ ജോലി ചെയ്ത് കിട്ടുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ജോലി ചെയ്ത് 4 കാശ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, പിന്നീട് ആ കാശ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നാട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 12,000 രൂപയാണ് സാലറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാത്തിനും ഞാൻ ഹസ്ബൻഡിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആ 12,000 രൂപയും കൊണ്ട് എനിക്ക് എൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ആയിരുന്നു നടക്കേണ്ടായുള്ളൂ. പക്ഷെ ഹസ്ബൻഡിനോടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പൈസ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് പുള്ളീനെ തഴഞ്ഞു കളഞ്ഞിട്ടോ അല്ലെങ്കിൽ പുള്ളീനെ മാറ്റി നിർത്തിയിട്ടോ ഒന്നുമല്ല. ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഞാൻ ജോലി എടുക്കുന്നുണ്ട്, ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച്, രണ്ടുപേരുടെയും സാലറിയും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണേ. അല്ലാണ്ട് വേറെ തിരിച്ചൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ UK ചെയ്യുന്ന ഡ്യൂട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് UK എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയണത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.